ഞാൻ വിചാരിച്ചു ഇത് ഒട്ടകത്തിൻ്റെ എന്തോ അവശിഷ്ടാന്ന്. സത്യം പറഞ്ഞല്ല കേട്ടോ, ഇതെന്തോ മരക്കഷ്ണം. ഇത് മരക്കഷ്ണ ഒട്ടകത്തിന്റെ അല്ല. അതെനിക്ക് മനസ്സിലായി മാമ. ഹായ് ഗായ്സ്, നമ്മളിന്നൊരു യാത്ര പോവുകയാണ് കേട്ടോ. എവിടെയാണെന്നറിയാം? മരുഭൂമിയിൽ. കാണുമ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും നമ്മളുള്ളത് മരുഭൂമിയിലാണ്. ഭയങ്കരമായിട്ട് ഇപ്പോൾ തണുപ്പാണ് കേട്ടോ. സാധാരണ നമ്മൾ മരുഭൂമി എന്ന് പറയുമ്പോൾ നമുക്ക് ചൂടാ തോന്നുക, പക്ഷെ ഇവിടെ ഇപ്പോൾ എന്താണെന്നുള്ള നല്ല തണുപ്പോ. സമയം വൈകുന്നേരം ഒരു 3 മണി 3:30 ആയിട്ട് എത്ര, എന്നാലും നല്ല തണുപ്പുണ്ട്. നമ്മളിനി ഇവിടെയുള്ള യാത്രകളും വിശേഷങ്ങളുമാണ് കാണാൻ പോകുന്നത്. ഇവിടെയൊക്കെ ഭയങ്കരമായിട്ട് എന്താ പറയുക, ഹൈറ്റുള്ള സ്ഥലമാണ് തോന്നുന്നത്. കുറച്ച് നടക്കാൻ ബുദ്ധിമുട്ടുണ്ട്. ഭയങ്കര കാറ്റുമുണ്ട്. തലേ ദിവസം രാവിലെയൊക്കെ മഴ പെയ്തിന് തോന്നുന്നു, അതുകൊണ്ടാണ് തോന്നുന്നു. നമ്മുടെ ആർജ്യത്തിലെ നജീബ് നടന്ന സ്ഥലങ്ങളാണെന്നുണ്ടല്ലോ, അങ്ങനെയുള്ളൊരു സ്ഥലത്തുള്ളത്. ഇനി നമ്മൾ ഹൈറ്റ് കുറച്ച് പണി നല്ല കാറ്റുണ്ട് ഇവിടെ. സിനിമയിലെ നജീക്ക നടന്ന സ്ഥലത്ത് നിന്ന് അനക്ക് ഫുഡ് കഴിക്കാൻ പൂജയായിരുന്നു. അതുകൊണ്ട് നമ്മൾ ഇതെല്ലാം കണ്ട് ഇതായി. ഇനി ചെയ്യാൻ പോകുന്നേ, നമ്മൾ ഫുഡ് കഴിക്കാൻ പോകുന്ന എവിടുന്ന്? ഈ മരുഭൂമിന്നാ? ആഗ്രഹമുള്ളത് സാധിച്ചു. സാധിച്ചാ? യെസ്. എന്നാ കഴിക്കാലോ. നമുക്ക് ആദ്യം ഇതാ പർശ പിരിക്കാം. പിരിക്ക്, മക്കളോട് പിടിക്കാൻ പറ. ഭക്ഷണം കഴിക്കാൻ പോകുന്നതാണ്. ഇതെല്ലാം പിരിച്ചിട്ട് നല്ല കാറ്റുണ്ട്. പറക്കുന്നുണ്ടോ? ഇതൊന്നും പറക്കുന്നില്ല, നല്ല ഇതായിട്ടുള്ളത്. ചോറിട്ടാണ്, ചോറിട്ട് നല്ല നാടൻ ചോറ്, മീൻകറി. ഫേവറേറ്റ് കേബേജ് ചോറുണ്ട്, കൂന്തൽ. കറിയാട്ടോ. അതെന്നാ നല്ല നല്ല തണുപ്പുണ്ട് കേട്ടോ. ഈ ചൂടുകാലം നല്ല തണുപ്പുണ്ട്. ചൂടുകാലമല്ല, നല്ല തണുപ്പുണ്ട്. നിങ്ങൾ വിചാരിക്കുന്നത് ചൂടല്ലേ, അല്ല തണുപ്പ് അല്ല. എങ്ങനെ അടിപൊളി മക്കളെ, നല്ല രസമുണ്ട്. എങ്ങനെയുണ്ട് ഈ സ്ഥല? അങ്ങനെയല്ല, ഈ മരുഭൂമിന്ന് ഫുഡ് കഴിക്കുമ്പോ എങ്ങനെയുണ്ട് ചോദിച്ചേ? അടിപൊളിയാ? ആദി എങ്ങനെയുണ്ട്? സൂപ്പർ. ഇങ്ങനെ കഴിക്കുന്നേ വെറും വറവ് മാത്രം കഴിക്കും കേട്ടോ. ഇത് നമ്മള് ഫുഡ് കഴിക്കട്ടെ. എല്ലാവരും നല്ല വയറ് നിറച്ചും കഴിച്ച്. പക്ഷെ എന്താണെന്നറിയില്ല, ഇവിടുന്ന് എത്ര കഴിച്ചിട്ടും മതിയാകാത്തല്ല, വയറ് ഫുള്ളാ. എന്നാലിതാ ഈ മരുഭൂമിന്ന് ഇങ്ങനെ കഴിക്കുമ്പോൾ ഭയങ്കരമായിട്ട് ഇനിയും വേണം തോന്നുന്നു. പക്ഷേ ഈ ചോറ് ഭക്ഷണം വേണോ? വയറില്ലപ്പോ ഒരു വീട് കാണിച്ചു തരണം. ഇത് കണ്ട, ഇത് നമ്മൾ ചവിട്ടുമ്പോ ഇവര് ശരിക്കും മരുഭൂമി തന്നെ ഭയങ്കര ചൂടെന്ന് ഞാൻ വിചാരിച്ചു. പക്ഷെ ഭയങ്കര തണുപ്പല്ല ഇവിടെ, ഭയങ്കര തണുപ്പാ. പക്ഷെ ഭയങ്കര തണുപ്പില്ല.
ഷൂട്ട് സമയത്ത് വന്നു കഴിഞ്ഞാൽ ഒരു മിനിറ്റ് കിട്ടില്ല. തണുക്കുന്നുണ്ടാ? വേറെ ഇങ്ങനെ കഷ്ടപ്പെട്ടേ പറ്റിയില്ലേ. ഇവിടുത്തെ കാറ്റിനെയൊക്കെ മനസ്സിലാകുന്നത് എനിക്കറിയില്ല. അത്രയ്ക്ക് ഭയങ്കര കാറ്റാണ്. സത്യം പറഞ്ഞാലേ നമ്മളെ തന്നെ അങ്ങോട്ടേക്ക് നീക്കുന്ന ഒരു കാറ്റാണ്. ഇപ്പൊ സംഭവം വൈകുന്നേരാ. ഇങ്ങോട്ടാ. സാധാരണ മരുഭൂമി നമ്മൾ കേൾക്കുമ്പോൾ നമുക്കെന്താ മനസ്സിലാവുക? എനിക്ക് പെട്ടെന്ന് മനസ്സിലെത്തുന്നത് എന്താ, നല്ല ചൂടുള്ളൊരു എന്നാ മണലാര. നമ്മുടെ സുരാജ് ചേട്ടനോട് മണലാര എന്നെ ഇപ്പൊ തണുപ്പായോണ്ടാണ്. ഇവിടെ സാധാരണ ചൂടിന് വന്നു കഴിഞ്ഞാൽ എനിക്ക് നിൽക്കാൻ കഴിയില്ല. ഇപ്പൊ തണുപ്പാ. സൗണ്ട് ഐസ് കട്ടാവില്ലേ. അപ്പം നമ്മുടെ മരുഭൂമി ഉണ്ട ഭയങ്കര മരുഭൂമി. അങ്ങോട്ട് നടന്നു പോകാനുള്ള ഒരു ഇത് ഇല്ല ഇപ്പോൾ. അത്രയ്ക്കും ഭയങ്കരമായിട്ട് കാറ്റുണ്ട്. പിന്നെ ഇതാ സമയം കുറച്ചൊരു 6 മണിയാകാനായി. നമ്മളിപ്പോൾ പതുക്കെ ഇവിടുന്ന് വിടുകയാണ് ഗായ്സ്. ഒന്ന് കാണിച്ചു തരണം. ഇത് നമ്മൾ ഉണ്ടാക്കിയ കുഴി. നമ്മൾ സ്ലൈം ഉണ്ടാക്കാൻ വിചാരിച്ചത്. പക്ഷെ കുറെ ഇതാണോ ഇത് സ്ലൈം? സ്ലൈം ഇത് മണ്ണിട്ട് ചിക്കിട്ടുള്ളത്. കാണിച്ചു തരാം. ഇങ്ങൊക്കൊന്ന് ഇതിൽ കാണാം. ഇത് നമ്മൾ ഇടുക്കുമ്പില്ല, അതൊക്കെ പൊട്ടി ഇത്രേ കിട്ടുന്നുള്ളൂ. നിങ്ങൾ ഇവിടെ ആച്ചാൽ ഒന്ന് ലൈക്ക് അടിക്കണേ. ഞാൻ വിചാരിച്ചു ഇത് ഒട്ടകത്തിൻ്റെ എന്തോ അവശിഷ്ടാന്ന്. സത്യം പറഞ്ഞല്ല കേട്ടോ, ഇതെന്തോ മരക്കഷ്ണം. മക്കളെ ഇത് മരക്കഷ്ണ ഒട്ടകത്തിന്റെ അല്ല കേട്ടോ. അതെനിക്ക് മനസ്സിലായി മാമ. കണ്ടോ പെട്ടെന്ന് കാണുമ്പോൾ ഇതിന് വിചാരിച്ചത്. ഓ പറഞ്ഞു. ഈ വെള്ള കൈമിലൊക്കെ നിങ്ങളുടെ കൈ ഇങ്ങനെ ചീതം പിടിക്കണ്ടോ. ഇത് എൻ്റെ കയ്യിൽ ചീതം പിടിച്ചിട്ടുള്ള കുപ്പിയൊക്കെ പാർന്ന് കാണിച്ചു തരാം. നടന്നിട്ട് എത്താൻ പറ്റൂന്നറിയില്ല. പറ്റൂന്നറിയില്ല. നിങ്ങൾ എങ്ങോട്ട് നോക്കിയിട്ട് അങ്ങോട്ടല്ല നല്ല സാധനം മോനെ. അവിടെ ഈ സമയത്ത് ആസ്വദിക്കണം കേട്ടോ. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് അടിക്കണേ. ഒന്ന് ഓ ശരി. കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ച്. റോഡ് എത്തി. നമ്മളിതാ ഇവിടെ എത്താനായി. അങ്ങനെ നമ്മൾ മരുഭൂമി യാത്ര കഴിഞ്ഞ് നമ്മളിനി ഇതാ നേരെ റൂമിലേക്ക് പോകുന്നത്. അപ്പോൾ ഇതാ നമ്മൾ മാക്കൊക്കെ എടുത്ത് നമ്മളൊരു ഐസ്ക്രീം കഴിക്കാൻ വിചാരിച്ചു. ഇനി ഒന്നും പറയണ്ട, നമുക്കൊന്ന് ഓർഡർ ചെയ്ത് വേഗം അങ്ങ് വിടാം, അതാ നല്ലത്. ഹലോ പറ. ഹലോ ഫോർ വാനില ഐസ്ക്രീം. Give me 1 minute. എന്നാ പറഞ്ഞേ ഓർഡർ ചെയ്തേ? ഫോർ വാനില ഐസ്ക്രീം വരുന്നുണ്ട്. എന്നിട്ട് അവര് ഇപ്പൊ വിളിക്കുന്നു. അതെന്തിട്ട് വിളിക്കാത്തേ? അമ്മ തിരക്കില്ല അവര്? അമ്മ അറിയില്ല, നമുക്ക് നോക്കാം. ആ തിരക്കില്ല. Assalamualaikum. Good evening. വലൈക്കും സലാം. Okay. I take order please. ഫോർ വാനില ഐസ്ക്രീം. Ice cream? Yes. Vanilla. Okay. Vanilla. Vanilla. How many? 4 pieces. 4 piece. 4. Guys, നമ്മളിപ്പോ ഐസ്ക്രീം ഐസ്ക്രീം മെക്ഡൊണാൾഡ്സ്. മെക്ഡോസ്. എന്നിട്ട് എന്നാ ഓർഡർ ചെയ്തേ? നമ്മൾ ഐസ്ക്രീം ഫോർ വാനില ഐസ്ക്രീം. ബർഗർ വേണോ? ഇവർക്ക് ബർഗർ ഇഷ്ടമായിട്ടില്ല. അടുത്ത് സത്യം പറയാലോ, മാക്കിലെ ബർഗർ ഇഷ്ടമായിട്ടില്ല. പക്ഷെ ഐസ്ക്രീം ഭയങ്കര ഇഷ്ടമായിരുന്നു. പക്ഷെ ഐസ്ക്രീമിന് ടേസ്റ്റ് ഉണ്ട് കേട്ടോ, ഉള്ളത് പറയാലോ. ഞാൻ ഇടക്കിടക്ക് കഴിക്കുമ്പോൾ ജസ്റ്റ് ഒന്ന് വാങ്ങിക്കൊടുത്തത് ഒരു ദിവസം. അവർക്ക് വലിയ ഇഷ്ടാവില്ല വെച്ചിട്ട് വാങ്ങിക്കൊടുത്തത്. നോക്കുമ്പോൾ നല്ല സംഭവം അവർക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. താങ്ക് യു. ഇത് കൊടുക്കണ്ട, കാർഡ് കൊടുക്കണ്ട. അതൊന്നും കൊടുക്കണ്ട.